തമിഴ് സിനിമയിലെ വെള്ളിത്തിരയിൽ നിന്ന് രാഷ്ട്രീയത്തിന്റെ പോർക്കളത്തിലേക്ക് ചൂടുവെച്ച ദളപതി വിജയെ കാത്തിരിക്കുന്നതത്ര ശുഭകരമായ വാർത്തകളല്ല. തന്റെ രാഷ്ട്രീയ പാർട്ടിയായ തമിഴക വെട്രിക്കഴകം ശക്തിപ്പെടുത്താനുള്ള നീക്കങ്ങൾക്കിടയിൽ വിജയ്ക്കെതിരെ വീണ്ടും ഒരു പോലീസ് കേസ് കൂടി രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. ചെന്നൈ നഗരത്തിന്റെ ഹൃദയഭാഗമായ ടി നഗറിൽ അനുമതിയില്ലാതെ റോഡ് ഷോ നടത്തിയതിനാണ് ചെന്നൈ മാമ്പലം പോലീസ് ഇപ്പോൾ താരത്തിനും കൂട്ടാളികൾക്കുമെതിരെ കേസെടുത്തിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഫ്ലൈയിങ് സ്ക്വാഡ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി. രാഷ്ട്രീയ പ്രവേശനം പ്രഖ്യാപിച്ചതിനു ശേഷം വിജയ്ക്കെതിരെ തുടർച്ചയായി ഉണ്ടാകുന്ന ഇത്തരം നീക്കങ്ങൾ രാഷ്ട്രീയ വൃത്തത്തിൽ വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. മണിക്കൂറുകളോളം ചെന്നൈ നഗരത്തെ സ്തംഭിപ്പിച്ച ഗതാഗത കുരുക്കും നിയമലംഘനവുമാണ് ഈ കേസിലേക്ക് നയിച്ചത്. ഈ സംഭവത്തിന്റെ വിശദാംശങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഏപ്രിൽ 16 വ്യാഴാഴ്ച ചെന്നൈ നഗരത്തെ സ്തംഭിപ്പിച്ച സംഭവ വികാസങ്ങളെക്കുറിച്ചുള്ള വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. തന്റെ രാഷ്ട്രീയ പാർട്ടിയായ തമിഴക വെട്രിക്കഴകത്തിന്റെ പ്രചാരണാർത്ഥം വിജയ് നടത്തിയ നീക്കങ്ങൾ എങ്ങനെയാണ് ഒരു പോലീസ് കേസിലേക്ക് വഴിമാറിയതെന്ന് നമുക്ക് നോക്കാം. യഥാർത്ഥത്തിൽ നിശ്ചിത വേദിയിൽ ഒരു പൊതുപരിപാടി നടത്താൻ മാത്രമാണ് അധികൃതർ വിജയ്ക്കും പാർട്ടിക്കും അനുമതി നൽകിയിരുന്നത്. എന്നാൽ ഈ നിബന്ധനകൾ പൂർണ്ണമായും ലംഘിച്ചുകൊണ്ട് ടി നഗർ, 1000 ലൈറ്റ്സ്, ഏരൂർ തുടങ്ങിയ മേഖലകളെ ബന്ധിപ്പിച്ചുകൊണ്ട് വിജയ് ഒരു ബൃഹത്തായ റോഡ് ഷോ സംഘടിപ്പിക്കുകയായിരുന്നു. തുറന്ന വാഹനത്തിൽ ദളപതി എത്തിയതോടെ നിയന്ത്രിക്കാനാവാത്ത വിധം ആരാധകരും പ്രവർത്തകരും തെരുവിലേക്ക് ഒഴുകിയിറങ്ങി. വള്ളുവർക്കോട്ടം മുതൽ ഏരൂർ വരെയുള്ള ചെന്നൈയുടെ പ്രധാന പാതകളെല്ലാം മണിക്കൂറുകളോളം പൂർണ്ണമായും നിശ്ചലമായി. കടുത്ത ചൂടിനിടയിൽ ഗതാഗതക്കുരുക്കിൽ കുടുങ്ങിയ ആയിരക്കണക്കിന് യാത്രക്കാരും രോഗികളുമായി പോയ ആംബുലൻസുകൾക്കും ഈ റോഡ് ഷോ വലിയൊരു ബുദ്ധിമുട്ടായി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഫ്ലൈയിങ് സ്ക്വാഡ് സംഭവസ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തുകയും നിയമലംഘനം നേരിട്ട് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് പോലീസിൽ പരാതി നൽകുകയുമായിരുന്നു. വിജയ്ക്കെതിരെ മാത്രമല്ല, പാർട്ടിയുടെ പ്രമുഖ നേതാക്കൾക്കെതിരെയും കടുത്ത നടപടിയാണ് പോലീസ് സ്വീകരിച്ചിരിക്കുന്നത്. പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയും ടി നഗർ സ്ഥാനാർത്ഥിയുമായ AN ആനന്ദ്, ദക്ഷിണ ചെന്നൈ ജില്ലാ സെക്രട്ടറി അപ്പുനു എന്നിവർക്കെതിരെ ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 223 ഉൾപ്പെടെയുള്ള വകുപ്പുകൾ പ്രകാരമാണ് മാമ്പലം പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സർക്കാർ ഉത്തരവുകൾ ലംഘിക്കുക, പൊതുജനങ്ങൾക്ക് തടസ്സമുണ്ടാക്കുക തുടങ്ങിയ കുറ്റങ്ങളാണ് ഇവർക്കുമേൽ ചുമത്തിയിരിക്കുന്നത്. റോഡ് ഷോയിൽ ഉടനീളം 1000 ലൈറ്റ് സ്ഥാനാർത്ഥി JDC പ്രഭാകർ, ഏറ്റുമാനൂർ സ്ഥാനാർത്ഥി രാജ്മോഹൻ എന്നിവരെയും വിജയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. വിജയ്ക്കെതിരെയുള്ള പോലീസ് നടപടി തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വലിയൊരു ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്. ഇതിനെ നിയമപരമായൊരു നടപടിയായി മാത്രം കാണാൻ കഴിയില്ലെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ പക്ഷം. വിജയുടെ ഓരോ നീക്കത്തെയും ഭരണകക്ഷിയായ DMK ഭയത്തോടെയാണ് കാണുന്നതെന്ന് തമിഴക വെട്രിക്കഴകം പ്രവർത്തകർ ആരോപിക്കുന്നു. രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനത്തിന് ശേഷം വിജയുടെ ജനപ്രീതി വർദ്ധിക്കുന്നത് തടയാൻ ഭരണകൂടം പോലീസിനെ ഉപയോഗിച്ച് വേട്ടയാടുകയാണെന്ന് അവർ വാദിക്കുന്നു. മുൻപും പല രാഷ്ട്രീയ പാർട്ടികളും സമാനമായ റോഡ് ഷോകൾ നടത്തിയിട്ടുണ്ടെങ്കിലും അപ്പോഴൊന്നും ഇത്ര വേഗത്തിൽ FIR രജിസ്റ്റർ ചെയ്യുകയോ കർശന വകുപ്പുകൾ ചുമത്തുകയോ ചെയ്തിട്ടില്ലെന്നാണ് ദളപതി ആരാധകരുടെ പരാതി. എന്നാൽ നിയമം എല്ലാവർക്കും ഒരുപോലെയാണെന്നാണ് ചെന്നൈ പോലീസിന്റെ നിലപാട്. ചെന്നൈയിലെ ഏറ്റവും തിരക്കേറിയ വാണിജ്യ കേന്ദ്രമായ ടി നഗറിൽ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ റോഡ് ഷോ സംഘടിപ്പിച്ചത് നഗരത്തെ മണിക്കൂറുകളോളമാണ് സ്തംഭിപ്പിച്ചത്. ഇത് രാഷ്ട്രീയത്തിനപ്പുറം ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ ബാധിച്ച പ്രശ്നമാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഫ്ലൈയിങ് സ്ക്വാഡ് നൽകിയ പരാതിയിൽ നടപടിയെടുക്കാതിരിക്കാൻ പോലീസിന് കഴിയില്ലെന്നുമാണ് ഔദ്യോഗിക വിശദീകരണം. രസകരമായ വസ്തുത ഈ കേസുകൾ വിജയുടെ പ്രതിച്ഛായയ്ക്ക് ഗുണകരമാകുമെന്നതാണ്. തമിഴ്നാട് രാഷ്ട്രീയത്തിലെ ചരിത്രം പരിശോധിച്ചാൽ ഭരണകൂടത്തിന്റെ എതിർപ്പുകൾ നേരിടുന്ന നേതാക്കൾ ജനങ്ങൾക്കിടയിൽ അണ്ടർഡോഗ് ഇമേജ് ലഭിക്കാറുണ്ട്. വിജയെ ഒരു രാഷ്ട്രീയ രക്തസാക്ഷിയാക്കി ഉയർത്തിക്കാട്ടാൻ TVK IT വിങ്ങും പ്രവർത്തകരും ഇതിനോടകം തന്നെ ശ്രമം തുടങ്ങിക്കഴിഞ്ഞു. തൊടുന്നതെല്ലാം പ്രശ്നങ്ങളെന്ന വിജയിയുടെ തന്നെ വാക്കുകൾ ഈ പോലീസ് നടപടി അടിവരയിടുന്നു. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിർണായക ശക്തിയായി മാറാൻ ശ്രമിക്കുന്ന വിജയ്ക്ക് ഇത്തരം നിയമക്കുരുക്കുകൾ ഒരു പരീക്ഷണമാണ്. നിയമം ലംഘിച്ച നേതാവെന്ന പേര് വരാതെ മറിച്ച് ഭരണകൂടം അടിച്ചമർത്താൻ ശ്രമിക്കുന്ന ജനനേതാവ് എന്ന നിലയിൽ ഈ സംഭവത്തെ മാറ്റിയെടുക്കാനാണ് വിജയുടെ രാഷ്ട്രീയ തന്ത്രങ്ങൾ ലക്ഷ്യമിടുന്നത്. കേസും നിയമക്കുരുക്കും ഒരു വശത്ത് തുടരുമ്പോഴും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടിട്ടുള്ള കൃത്യമായ റോഡ് മാപ്പുമായി മുന്നോട്ട് പോവുകയാണ് വിജയും അദ്ദേഹത്തിന്റെ ടീമും. കേവലം സിനിമാ ഗ്ലാമറിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ തമിഴ്നാട്ടിലെ ഓരോ ബൂത്ത് തലത്തിലും പാർട്ടിയെ ശക്തിപ്പെടുത്താനാണ് വിജയ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി അംഗത്വ വിതരണവും പ്രാദേശിക കമ്മിറ്റികളുടെ രൂപീകരണവും യുദ്ധകാല അടിസ്ഥാനത്തിൽ നടക്കുന്നു. ഓരോ മണ്ഡലത്തിലും ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെട്ട് ജനങ്ങളുമായി നേരിട്ട് സംവദിക്കാനും പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒറ്റയ്ക്ക് മത്സരിക്കണോ അതോ സമാന ചിന്താഗതിയുള്ള പാർട്ടിയുമായി സഖ്യം ചേരണോ എന്ന കാര്യത്തിൽ വിജയ് ഇതുവരെ ഒരു അന്തിമ തീരുമാനം എടുത്തിട്ടില്ല. എങ്കിലും DMK വിരുദ്ധ വോട്ടുകൾ ഭിന്നിച്ചു പോകാതിരിക്കാൻ ശക്തമായൊരു മൂന്നാം മുന്നണി രൂപീകരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനുമാവില്ല. ടി നഗറിലെ റോഡ് ഷോയിൽ സ്ഥാനാർത്ഥികളെ ഒപ്പം നിർത്തിയത് വഴി തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് താൻ തയ്യാറാണെന്ന വ്യക്തമായ സൂചനയാണ് വിജയ് നൽകുന്നത്. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ദളപതി വിജയുടെ ഓരോ നീക്കവും ഇപ്പോൾ അതീവ ജാഗ്രതയോടെയാണ് ഭരണകൂടവും മറ്റ് രാഷ്ട്രീയ പാർട്ടികളും നിരീക്ഷിക്കുന്നത്. വെള്ളിത്തിരയിലെ വെല്ലുവിളികളെക്കാൾ കടുപ്പമേറിയതാണ് രാഷ്ട്രീയത്തിലെ നിയമക്കുരുക്കുകളെന്ന് ഈ പോലീസ് നടപടി വിജയെ ഓർപ്പിക്കുന്നു.
അനുമതിയില്ലാതെ നടത്തിയ ഒരു റോഡ് ഷോ കേവലം ഗതാഗതക്കുരുക്കിന്റെ പേരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നാണോ, അതോ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ശക്തി പ്രകടനം തടയാനുള്ള ബോധപൂർവമായ നീക്കമാണോ എന്ന ചോദ്യം തമിഴ് മണ്ണിൽ ഇപ്പോൾ ശക്തമാണ്. നിയമങ്ങളെ മാനിച്ചുകൊണ്ട് തന്നെ തന്റെ രാഷ്ട്രീയ യാത്ര എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാമെന്നതാവും ഇനി വിജയ്ക്ക് മുന്നിലുള്ള പ്രധാന വെല്ലുവിളി. ഈ കേസും തുടർ നടപടികളും വിജയുടെ ജനപ്രീതിയെ ബാധിക്കുമോ, അതോ ആരാധകരെ കൂടുതൽ ആവേശഭരിതരാക്കുമോ എന്നത് നമുക്ക് വരും ദിവസങ്ങളിൽ വ്യക്തമാകും.